മനോഹരമായ ഈ പ്രഭാതയാമത്തിൽ ദൈവാത്മാവ് നമുക്ക് തന്ന ഒരു വചനം യെശയ്യാ പ്രവചനം 66-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം. ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുൻപാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും എന്നേക്കും നിലനിൽക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പുതിയ പ്രഭാത പുലരിയെ കാണുവാൻ കർത്താവ് നമുക്ക് വീണ്ടും ഭാഗ്യം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന ഏവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് കർത്താവ് നമ്മോട് സംസാരിക്കുവാൻ ഒരു ഹെഡിങ് കൊടുത്തതിന് ശേഷം പറയുകയാണ്, ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നേക്കും നിലനിൽക്കും എന്ന് പറഞ്ഞാൽ നാം ഇന്ന് വസിക്കുന്നതായ നാം കാണുന്നതായ ആകാശവും ഭൂമിയും നിലനിൽക്കത്തില്ല എന്ന് അതിൻ്റെ പിന്നിൽ നമ്മോട് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തിയായി ഒരു സന്ദേശം തരികയാണ്. അതിനുശേഷം നമുക്ക് തരുന്ന ഒരു വാഗ്ദത്തം, ഞാനുണ്ടാക്കുന്ന പുതിയ ആകാശത്തിലും പുതിയ ആകാശവും പുതിയ ഭൂമിയും നിലനിൽക്കുന്നത് പോലെ എന്നേക്കും ഒരിക്കലും മാറാതെ നീയും നിൻ്റെ സന്തതിയും നിൻ്റെ പേരും എന്നേക്കും നിലനിൽക്കും. ഇത്ര നല്ലൊരു വാഗ്ദത്തമാണ് ക്രിസ്തുവിൽ കൂടെ നമുക്ക് ഏവർക്കും ലഭിച്ചിരിക്കുന്നത്. അതിനായിട്ടാണ് നാം ഈ ഭൂമിയിൽ ഇത്ര കഷ്ടപ്പെട്ട് കർത്താവിങ്കിലെ സ്നേഹത്താൽ ദൈവത്തിൻ്റെ വചനങ്ങളെ ധ്യാനിച്ച് അവൻ്റെ ഇഷ്ടപ്രകാരം നടക്കുവാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണമെല്ലാം എന്നേക്കും നിലനിൽക്കുന്ന ഒരു നിലനിൽപ്പ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ദൈവം നമുക്ക് ദാനമായി തന്ന സന്തതികൾ, തലമുറകൾ, നാം ആര് നശിച്ചു പോകാതെ നമ്മുടെ പേരോടുകൂടി നാം നിലനിൽക്കും. ഏത് പേരാണെന്നറിയാമോ? ദൈവം നമുക്ക് തരുന്ന പേര്. ഇന്ന് നാം തമ്മിൽ വിളിക്കുന്ന പേരുകളെല്ലാം മനുഷ്യനിട്ട പേരാണ്. മനുഷ്യനിട്ടത് അവയ്ക്ക് പേരായി. എന്നാൽ ദൈവം നമുക്കൊരു പുതിയ പേര് തരും. അതാണ് അപ്പോസ്തലനായ യോഹന്നാനോട് പത്മോസ് ദ്വീപിൽ വിളിച്ചും കൊണ്ട് പറയുന്നത്. അതാണ് യോഹന്നാനോട് പറയാണ്, യോഹന്നാനെ, ഇതുവരെയും നിൻ്റെ ഈ ഭൂമിയിലെ മറ്റുള്ള മനുഷ്യരെല്ലാവരും അറിയുന്ന ഒരു പേരിനാൽ നീ വിളിക്കപ്പെട്ടു. ആ പേര് പറഞ്ഞ് നിന്നെ ശിക്ഷിച്ചു, നിന്നെ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തി, തിളച്ച എണ്ണയിൽ നിന്നെ മുക്കി. എങ്കിലും നീ ആയുസ്സോടെ നിന്നെ നിർത്തുമാറാക്കി അനേകരുടെ മുൻപിൽ സാക്ഷിയാകേണ്ടതിന്. യോഹന്നാനോട് ദൈവം പറയുകയാണ്, കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ്, ആർക്കും അറിഞ്ഞുകൂടാത്തൊരു പുതിയ പേര് ജയിക്കുന്നവന് ഞാൻ കൊടുക്കും, അവനും ഞാനും മാത്രം അറിയും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ശത്രുക്കൾക്കാർക്കും അത് ഗ്രഹിക്കാൻ കഴിയുകയില്ല. ദൈവം നമ്മെ രക്ഷിച്ചപ്പോൾ, നമ്മെ സ്നേഹിച്ചപ്പോൾ, നമ്മെ വീണ്ടെടുത്തപ്പോൾ, ദൈവരാജ്യത്തിന് വേണ്ടി നമ്മെ നിയോഗിച്ചപ്പോൾ, അപ്പോൾ മുതൽ നമ്മെ ലോകസ്ഥാപനം മുൻപ് തന്നെ നമുക്കായിട്ടൊരു പേര് നൽകി. ഒരു പുതിയ പേര് നമുക്ക് മാത്രം. ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നത് മറ്റുള്ളവർ കേൾക്കുകയല്ല, നമ്മൾ മാത്രം. അപ്പോസ്തലനായ പൗലോസിനെ ദൈവം വിളിച്ചപ്പോൾ ചുറ്റും നിന്നവർ ഒരു വലിയ ശബ്ദം കേട്ടതല്ലാതെ എന്താണ് സംഭവിച്ചതെന്നറിയില്ല. പക്ഷെങ്കിൽ പൗലോസിനത് തിരിച്ചറിഞ്ഞു. സൗലേ, സൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്നുള്ളതായ ഒരു സംഭാഷണം പൗലോസിൻ്റെ മാംസബുദ്ധിയിൽ, മാനുഷിക ബുദ്ധിയിൽ തെളിവായി ഗ്രഹിക്കത്തക്ക രീതിയിൽ ആ വിളി കേട്ടു, സംസാരം കേട്ടു. എങ്കിലും ആത്മശക്തിയിലും ആത്മശരീരത്തിലുമായിരിക്കുമ്പോൾ അവൻ നമുക്കൊരു പുതിയ പേര് തന്ന് നമ്മെ വിളിക്കുവാൻ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ തിരിച്ചറിയുന്നു. നമ്മുടെ തലമുറകളെ തിരിച്ചറിയുന്നു. ദൈവം നമുക്ക് തരുന്ന വാഗ്ദത്തം ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ നിശ്ചയത്തോടുകൂടി ഏറ്റെടുക്കുക. നമ്മുടെ തലമുറകൾ നശിച്ചു പോകുകയില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകാതെ അവർ നിലനിർത്തുവാൻ ദൈവത്തിന് നമ്മളിൽ പദ്ധതിയുണ്ട്. അതിനുവേണ്ടി നമ്മെ വിളിച്ചത് നമ്മെ തന്നെയല്ല. നീയും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഒരു കുടുംബത്തെ കൂടെ കർത്താവ് ഒരു കവറിങ് ഇൻഷുറൻസ് പോലെ തരികയാണ്. നിനക്ക് വേണ്ടി മാത്രമല്ല, നിൻ്റെ കുടുംബവും കൂടെ രക്ഷപ്പെടുവാൻ, നിന്നിൽ കൂടെ നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ, നിൻ്റെ സന്തതികൾ അനുഗ്രഹിക്കപ്പെടുവാൻ, നിൻ്റെ ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ അത് സാധ്യമാകുന്നു. ഇന്ന് നാം കാണുന്നതായ ലോകം മുഴുവനും
താൽക്കാലികമാണ്. ഇതെല്ലാം കഴിഞ്ഞു പോകും, കടന്നു പോകും, ഇതെല്ലാം വെന്തെരിഞ്ഞു പോകും. വിശുദ്ധ പത്രോസ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ താൻ രേഖപ്പെടുത്തുകയാണ്, ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തേക്ക് കാത്തിരിക്കുന്നു. അതിനുശേഷം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. പത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാൻ അപ്പോസ്തലന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതായ മർമ്മം യോഹന്നാൻ എഴുതി വയ്ക്കുകയാണ്, പിന്നെ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. അവിടെ നിന്ന് പഴയ ആകാശവും പഴയ ഭൂമിയും സമുദ്രവുമെല്ലാം ഓടിപ്പോയി, അതിനെ പിന്നെ കണ്ടില്ല. എന്നേക്കും നിലനിൽക്കുന്നൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ഭക്തന്മാർ അതിൽ സന്തോഷത്തോടെ വസിക്കുന്നത് കണ്ടു. ഈ ഭൂമിയിലെ ജീവിതം വളരെ കഷ്ടത നിറഞ്ഞ ജീവിതമാണ്, ദുഃഖമാണ്, സങ്കടമാണ്, കണ്ണുനീരാണ്, പ്രയാസമാണ്. ഭക്തനും അഭക്തനും ഒരുപോലെ നീറി കഴിയുന്ന ദിവസങ്ങൾ. എത്ര സമ്പന്നനായിരുന്നാലും ആ സമ്പത്ത് കൊണ്ടൊന്നും അവൻ രക്ഷപ്പെട്ട ചരിത്രമില്ല. കോടീശ്വരന്മാരിൽ പകുതിയിലേറെയും ആത്മഹത്യ ചെയ്തിട്ടുള്ളവരാണ്. ഭരണാധികാരികൾ അകാല മരണത്തിനടിമപ്പെട്ടവരാണ്. അനേക കലാകാരന്മാർ തങ്ങളുടെ ജീവിതത്തെ ഉപേക്ഷിച്ചവരാണ്. സമ്പത്തില്ലാഞ്ഞിട്ടല്ല, പണമില്ലാഞ്ഞിട്ടല്ല, വാഹനമില്ലാഞ്ഞിട്ടല്ല, വസ്ത്രമില്ലാഞ്ഞിട്ടല്ല, വീടില്ലാഞ്ഞിട്ടല്ല, പുരയിടമില്ലാഞ്ഞിട്ടല്ല, പൊന്നില്ലാഞ്ഞിട്ടല്ല, എല്ലാമുണ്ട്. പക്ഷെങ്കിൽ അവർക്ക് ആവശ്യമായത് അവർക്ക് ലഭിച്ചില്ല, ആഗ്രഹിച്ചത് ലഭിച്ചില്ല. എന്താണ് ആഗ്രഹിച്ചത്? സമാധാനം, നിലനിൽക്കുന്ന ഒരു സുവിശേഷത്തെക്കുറിച്ചുള്ളതായ ഒരു വിശ്വാസം അവരുടെ ഹൃദയത്തിലേക്ക് വന്നില്ല. സമ്പത്ത് അവരെ നേടിയില്ല, അവരെ രക്ഷിച്ചില്ല, അവരെ സഹായിച്ചില്ല. എത്ര സമ്പത്തുണ്ടെങ്കിലും ഒരു രാത്രി പോലും സമാധാനത്തോടെ സന്തോഷത്തോടെ അവരുടെ കിടക്കയിൽ ഉറങ്ങുവാൻ ഭാഗ്യം ലഭിക്കാഞ്ഞ വളരെ ഭാഗ്യദോഷികളായി അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടി വന്നു. എന്നാൽ സാധുക്കളായ ചിലരെ ദൈവം സുവിശേഷം കേൾപ്പിച്ചു. യാക്കോബ് അപ്പോസ്തലൻ അവരെക്കുറിച്ച് പറയുന്നത്, ലോകത്തിൽ ദരിദ്രരെ ദൈവം വിശ്വാസത്തിൽ സമ്പന്നരാക്കുന്നു. എന്താണ് ഈ വിശ്വാസത്തിൽ സമ്പന്നത? നിലനിൽക്കുന്ന ഒരു ഭൂമിയും ആകാശവുമുണ്ട്. അവിടെ എൻ്റെ സന്തതികൾ നിലനിൽക്കും, അവിടെ എൻ്റെ തലമുറ നിലനിൽക്കും, അവിടെ ഞാൻ ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധന്മാരോടുകൂടെ സന്തോഷിക്കും. എത്ര പേർക്ക് ഈ പ്രഭാതത്തിൽ ഈ പ്രത്യാശയുടെ വചനം ഏറ്റുകൊള്ളുവാൻ ആഗ്രഹിക്കുന്നു? പ്രിയരെ, നമ്മുടെ മാനുഷികമായ ചിന്താഗതിയിൽ കൂടെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഈ ലോകം സമാധാനം തരാത്തതാണ്. പുതിയ ദിനരാത്രങ്ങൾ നമ്മൾ കാണുന്നു, പുതിയ ദിവസങ്ങൾ, അനേക വൈഷമ്യങ്ങളേറിയ വെല്ലുവിളികളേറിയ ദിവസങ്ങൾ, മണിക്കൂറുകൾ. ഓരോരോ വാർത്തകൾ വായിക്കുമ്പോൾ അടുത്ത ദിവസം, അടുത്ത മാസം, അടുത്ത ആഴ്ച, അടുത്ത വർഷം നമ്മുടെ തലമുറകൾ അഭിമുഖീകരിക്കാൻ പോകുന്നതായ വലിയ ദുർഘടമായ കാലഘട്ടങ്ങളെക്കുറിച്ചൊരു വലിയ ഒരു ഘോഷകരമായ ഒരു അറിവ് നമുക്ക് തരുന്നുണ്ട്. നാം ജീവിച്ചതിനേക്കാൾ വളരെ ദുർഘമായ കാലഘട്ടത്തിൽ കൂടെയാണ് തലമുറകൾ കടന്നു പോകേണ്ടത്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യർക്കൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ ഈ പ്രഭാതത്തിലും സസന്തോഷം നിങ്ങളോട് വിളിച്ചു പറയുകയാണ്, സുവിശേഷമായി വിളിച്ചു പറയുകയാണ്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിരുന്നാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? വളരെ ധനികനായ ഒരു മനുഷ്യനായിരുന്നു ഇയ്യോബ്. തൻ്റെ ജീവിതത്തിലുള്ളതായ സമ്പത്തിനെക്കുറിച്ചൊക്കെ നമ്മൾ ചരിത്രങ്ങളിൽ കൂടെ പറഞ്ഞു കേട്ടാൽ ആ ചരിത്ര പുരുഷനുള്ള സമ്പത്ത് എണ്ണിക്കൂടാത്ത സമ്പത്തായിരുന്നു. പക്ഷെങ്കിൽ ഒരു കാര്യം തനിക്ക് മനസ്സിലായി, ദൈവം അതിന്മേലെല്ലാം തൻ്റെ ജീവിതത്തിൽ അതെല്ലാം വേർതിരിച്ച് കാണിച്ചതിന് ശേഷം തന്നെ ഏകനായി നിർത്തിക്കൊണ്ട് അപ്പോൾ താൻ പറയുകയാണ്, ഞാൻ നഗ്നനായി ഈ ഭൂമിയിൽ വന്നു, ഞാൻ നഗ്നനായി തന്നെ പോകും, എനിക്കിവിടെ നിന്ന് കൊണ്ടുപോകുവാൻ ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എനിക്ക് പ്രത്യാശയുള്ളതായ ഒരു കാര്യമുണ്ട്, എൻ്റെ സ്വന്തം കണ്ണാൽ എന്നെ ഇത്രത്തോളം നടത്തിയവനെ, സ്നേഹിച്ചവനെ ഞാൻ കാണും. അതാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രത്യാശ. ഒന്നും നിലനിൽക്കയില്ല, എന്നാൽ നിലനിൽക്കുന്നതായ ഒരു കാര്യമുണ്ട്, ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും. ഇവിടെ നാം ഇന്ന് വായിച്ചതായ വേദഭാഗം യെശയ്യാ പ്രവചനം 66-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം,
ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുൻപാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. നമ്മുടെ സന്തതികളെയും തലമുറകളെയും നമ്മൾ വായിക്കണം. അവർ ഇത് പറഞ്ഞു കൊടുക്കണം. അവരോട് സംസാരിക്കണം. അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. വക്രതയും കോട്ടുമേറിയ തലമുറയിൽ നശിച്ചു പോകുന്ന ലോകത്തിൽ എന്തിനൊക്കെയോ നേടാൻ വേണ്ടി ഓടുന്ന കുഞ്ഞുങ്ങളോട് ഇതൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ ഹൃദയം നിലനിൽക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ളതായ ഒരു വെളിപ്പാടിനാൽ നിറയും. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഉത്തരവാദിത്വം അതാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതയാമത്തിൽ എന്നേക്കും നിലനിൽക്കുന്ന ഒരു ഭൂമിയെക്കുറിച്ചും എന്നേക്കും നിലനിൽക്കുന്ന ഒരു ആകാശത്തെക്കുറിച്ചും എന്നേക്കും നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചും അവൻ്റെ കരുതലിനെക്കുറിച്ചും ദൈവം നമുക്ക് ഒരു പ്രാവശ്യം കൂടെ കേൾക്കുവാൻ കൃപ തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ, ഇതിനായി എണ്ണപ്പെട്ട ദൈവമക്കൾ, തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കൾ, ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ അവർക്ക് കർത്താവീയ വചനങ്ങളാൽ ഭാഗ്യം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.